മനസ്സർപ്പിച്ച് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തൻ്റെ ഭക്തരെ സഹായിക്കുന്നു. അനേകായിരങ്ങളുടെ അനുഭവമാണിത്. ഐശ്വര്യത്തിനും ഇഷ്ടകാര്യസിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു. ആറ്റുകാലമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല അർപ്പിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. എത്ര ദിവസമാണ് വ്രതമെടുക്കേണ്ടത്, എങ്ങനെയാണ് വ്രതം നോക്കേണ്ടത് എന്നൊക്കെ നോക്കാം. കാപ്പുകെട്ട് മുതൽ വ്രതമനുഷ്ഠിക്കുകയാണ് വേണ്ടത്. അതായത് 9 ദിവസമാണ് വ്രതമനുഷ്ഠിക്കേണ്ടത്. അതാണ് ഏറ്റവും ഉത്തമം. 7, 5, 3 ദിവസങ്ങൾ വ്രതമനുഷ്ഠിച്ച് പൊങ്കാലയിടുന്നവരുമുണ്ട്. വ്രതമെന്നാൽ ഭക്ഷണത്തിൻ്റെ നിയന്ത്രണം മാത്രമല്ല, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം കൂടിയാണ്. വ്രതമെടുക്കുന്ന 9 ദിവസങ്ങളിൽ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. സർവ്വ ദുരിതവും മാറ്റിത്തരണമേ, അനുഗ്രഹം ചൊരിയണമേ, നവഗ്രഹ ദുരിതങ്ങളും മാറ്റിത്തരണമേ, ദൃഷ്ടിദോഷം, വിളിദോഷം, ശാപദോഷം എന്നിവ മാറ്റിത്തരണമേ എന്ന് ഭക്തിയോടെ പ്രാർത്ഥിക്കണം. ഭക്തിയോടെ എപ്പോഴും അമ്മയെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ ആഹാരം കഴിക്കണമെന്ന് തന്നെ തോന്നില്ല, ക്ഷീണവും വരില്ല. ദൃഢമായ ഭക്തിയോടെ അമ്മ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് ഒരു നേരം അരിയാഹാരം കഴിച്ച് ബാക്കി സമയം വിശന്നാൽ പഴവർഗ്ഗങ്ങൾ കഴിച്ചും വ്രതമെടുക്കണം. മത്സ്യമാംസവും ലഹരി പദാർത്ഥങ്ങളും പൂർണ്ണമായും ത്യജിക്കണം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ദേവീ സ്തോത്രനാമാദികൾ ചൊല്ലുകയും ക്ഷേത്രദർശനം നടത്തുന്നതും നല്ലതാണ്. ഇനി പൊങ്കാല സമയത്ത് ധരിക്കേണ്ട വസ്ത്രത്തെപ്പറ്റിയും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് പൊങ്കാല ഇടാൻ പാടില്ല എന്നതിനെ പറ്റിയും നോക്കാം. പൊങ്കാലയിടാൻ കോട്ടൺ കോടി വസ്ത്രമാണ് ഏറ്റവും ഉത്തമം. ഇതിനു കഴിയാത്തവർ അലക്കി വൃത്തിയാക്കിയ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണം. ശരീരശുദ്ധിയും മനസ്സിൻ്റെ ശുദ്ധിയുമാണ് പ്രധാനം. നല്ല വാക്ക്, നല്ല ചിന്ത, നല്ല പ്രവൃത്തി എന്നിവയോട് വേണം പൊങ്കാലയിടുവാൻ. മാസമുറയായ സ്ത്രീകൾ പൊങ്കാലയിടാൻ പാടില്ല. 7 ദിവസം കഴിഞ്ഞ് ശുദ്ധമായെന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് പൊങ്കാല സമർപ്പിക്കാം. പുലയുള്ളവർ പൊങ്കാല ഇടരുത്. പ്രസവിച്ചവർ 90 കഴിഞ്ഞേ പൊങ്കാല ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ചോറൂണ് കഴിഞ്ഞ് പൊങ്കാല ഇടാം. ഇനി പൊങ്കാല അടുപ്പ് കൂട്ടേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ആദിത്യ ഭഗവാന്റെ കത്തിക്കാളുന്ന കുംഭച്ചൂടേറ്റ് തിളച്ചുമറിയുന്ന നിലത്ത് അടുപ്പ് കൂട്ടി അതിൽ പുത്തൻ കലം വെച്ചാണ് തീ കത്തിക്കേണ്ടത്. ഉണക്കലരി, നാളികേരം, ശർക്കര, ചെറുപഴം, തേൻ, നെയ്യ്, പഞ്ചസാര, കൽക്കണ്ടം, ഉണക്കമുന്തിരി, ചെറുപയർ, കശുവണ്ടിപ്പരിപ്പ്, എള്ള് എന്നിവയാണ് പൊങ്കാല ഇടാൻ ആവശ്യമായ സാധനങ്ങൾ. പൊങ്കാലയ്ക്ക് തീപകരും മുമ്പേ അടുപ്പിന് മുമ്പിൽ വിളക്കും നിറനാഴിയും വെക്കണം. ദേവതാ സാന്നിധ്യ സങ്കല്പമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൽ കുടുംബ പരദേവതയെയും പരേതാത്മാക്കളെയും സങ്കല്പിക്കുകയും ദുരിതമോചനവും ഐശ്വര്യവർദ്ധനവും വാസ്തു ദുരിതങ്ങളും തീർത്തു തരണേയെന്നും പ്രാർത്ഥിച്ചാണ് നിറനാഴിയും പറയും നിലവിളക്കും വയ്ക്കുന്നത്. പൊങ്കാല തിളച്ചു വരുന്നതുവരെ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. പണ്ടുകാലങ്ങളിൽ നേദിച്ച ശേഷമാണ് കഴിച്ചിരുന്നത്. ഇന്നത്തെ ഭക്തരുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് നിവേദ്യം തയ്യാറായി കഴിഞ്ഞാൽ കരിക്കോ പാലോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാം. എന്നിട്ട് മറ്റു പദാർത്ഥങ്ങളായ പ്രസാദകൂട്ട് കഴിക്കാവുന്നതാണ്. പൊങ്കാലയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് അന്നേ ദിവസം കുളിക്കരുത്. ദേവീ ചൈതന്യം കൂടിയിരിക്കുന്നതിനാൽ വ്രതാനുഷ്ഠാനം മതി. ദേവിക്ക് ജാതി മത ലിംഗ വ്യത്യാസമില്ല. ഭക്തിയാണ് പ്രധാനം. അതുകൊണ്ട് ആർക്കും അവിടെ പൊങ്കാലയിടാം. ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാ ഭക്തജനങ്ങളും അമ്മയെ മനസ്സിൽ വിചാരിച്ച് സകല ദോഷങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണമേ എന്ന് ആറ്റുകാൽ അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാല സമർപ്പിക്കുക. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവട്ടെ. അമ്മേ ശരണം, ദേവീ ശരണം, ആറ്റുകാൽ അമ്മേ ശരണം.